യെസ്, ജമ്മു കശ്മീരിലെ രജൌരി, ആർഎസ്പുര, അഖ്നൂർ എന്നിവിടങ്ങളിൽ വീണ്ടും ഷെല്ലാക്രമണം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ചിനാർ സൈനിക കേന്ദ്രം ആക്രമിക്കാൻ പാക് നീക്കമുണ്ടായി. എന്നാൽ വിജയകരമായി ഇന്ത്യൻ സൈന്യം അതിനെ പ്രതിരോധിച്ചു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നീലിമ കൂടി ചേരുന്നു ഈ ഒരു ഘട്ടത്തിൽ. നീലിമ, പലയിടത്തും ബ്ലാക്ക് ഔട്ട് ആണ്, സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിളക്കുകൾ അണക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാക് നടപടി അപലപനീയമെന്ന് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചു എന്ന് ഭാരതം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭാരതം അല്പസമയം മുമ്പാണ് ഈ വെടിനിർത്തൽ ലംഘനം ഉണ്ടായി എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദേവിക, ഇപ്പോൾ വരുന്ന ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു കാര്യം നഗ്രോട്ടയിലെ മിലിറ്ററി സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറായി ഈ നഗ്രോട്ടയിലെ മിലിറ്ററി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള തന്നെ സൂചിപ്പിച്ചു, അവിടെ ഒരു ഭീകരാക്രമണം നടന്നതായി ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു അന്വേഷണം അവിടെ നടക്കുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന കാര്യം നമ്മുടെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള തന്നെ അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചിരുന്നു. നഗ്രോട്ടയിൽ ചില സംശയകരമായ സാഹചര്യത്തിൽ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ചില ഇൻട്രൂഡേഴ്സ് അതിനകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ള അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വരികയാണ്. പക്ഷേ ഇപ്പോൾ ആർമിയുടേതായി 16 കോർപ്സിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് നഗ്രോട്ട മിലിറ്ററി സ്റ്റേഷനിൽ വെടിവെപ്പുണ്ടായി, ഒരു സൈനികന് പരിക്കേറ്റു എന്ന പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ 16 കോർപ്സ് പുറത്തുവിട്ടിട്ടുള്ള അവരുടെ ഔദ്യോഗികമായി അവർ പുറത്തുവിട്ട അവരുടെ സന്ദേശത്തിൽ പറയുന്നത്. ഈ ഇൻട്രൂഡേഴ്സിനെ പിടികൂടാനുള്ള സെർച്ചിങ് ഓപ്പറേഷൻ അവിടെ പുരോഗമിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അതിർത്തികളിൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് നേരത്തെ സ്ഥിരീകരിക്കാൻ ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ സൂചനകൾ മാത്രമുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നഗ്രോട്ടയിലെ ഭീകരാക്രമണം ഇപ്പോൾ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭീകരരുമായി വെടിവയ്പുണ്ടായതായി വൈറ്റ് നൈറ്റ് കോർപ്സ് അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ വാർത്ത പുറത്തേക്ക് വന്നെങ്കിലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് മാത്രവുമല്ല, ഒരു ഭീകരനെ സൈന്യം വധിച്ചു എന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. ഒരു ഭീകരനായി ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. ദേവിക, ഈ നഗരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം അവിടെ സെർച്ച് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ അരുതാത്തതെന്തോ അവിടെ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ചില അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുന്നത്. സൈനിക വേഷത്തിൽ ചില ഭീകരവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയതായുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കൺഫർമേഷൻ ഇല്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ആകെ ആർമി സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, അവിടെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ വലിയ പ്രത്യാക്രമണം പാകിസ്ഥാനിലെ പല മേഖലകളും കേന്ദ്രീകരിച്ച് നടക്കുന്നതായുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇസ്ലാമാബാദിലും ലാഹോറിലുമൊക്കെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇത് വാർത്തകൾ മാത്രമാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വരുന്നത്. ഒപ്പം തന്നെ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാക് നടപടിയെ അങ്ങേയറ്റം അപലപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചൈനയുടേതായി അവരുടെ ഒരു സ്റ്റാൻഡ് പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സോവറിറ്റി നിലനിർത്താൻ, അവരുടെ പരമാധികാരം നിലനിർത്താൻ എക്കാലവും ചൈന പാകിസ്ഥാനൊപ്പം നിലനിൽക്കും എന്ന് ചൈന പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ സീസ് ഫയർ നടപ്പിലാക്കിയതിനു ശേഷവും ഇത്തരത്തിൽ പാക് ആർമിയെ ആരാണ് ഇത്തരത്തിൽ നമ്മുടെ അതിർത്തികളിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണം നടത്താൻ അവർക്ക് പ്രേരകമായ ശക്തികൾ ആരാണ് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ കൂടി, അവരുടെ പിൻബലം കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട്. ഒരുപക്ഷെ പാക് സർക്കാരിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പാക് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും പാക് ആർമി തന്നെയാണ് എന്നുള്ള വളരെ കൃത്യമായ ഇൻപുട്ട് എടുത്തിട്ട് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കാണേണ്ടത്. നമ്മുടെ എല്ലാ
അതിർത്തികളിലും പടിഞ്ഞാറൻ അതിർത്തി മുഴുവൻ വലിയ ജാഗ്രത നിലനിൽക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ആഭ്യന്തര സെക്രട്ടറി രാജ്യത്തെ എല്ലാ ചീഫ് സെക്രട്ടറിമാരുമായും വെർച്വലി സംസാരിച്ചിട്ടുണ്ട്. വലിയ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ അടുത്ത നിമിഷത്തിൽ എന്ത് സ്വീകരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയ ജാഗ്രത നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഈ ചീഫ് സെക്രട്ടറിമാർക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയൊരു വിവരം അനുസരിച്ച് ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട് ഒഴിവാക്കിയിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീനഗറിൽ വെളിച്ചമുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം നമ്മൾ കാത്തിരിക്കേണ്ട ഒരു വിഷയം നഗ്രോട്ടയുമായി ബന്ധപ്പെട്ടാണ്. നഗ്രോട്ടയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. അതിൽ ചെറിയൊരു ആശങ്ക 16 കോർപ്സ് പങ്കുവച്ച വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇൻട്രൂഡേഴ്സിനെ കണ്ടെത്താൻ അവിടെ സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നു. അതിനുവേണ്ടി സൈന്യം സജ്ജമായി അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അരുതാത്തതെന്തോ നെഗ്രോട്ട മിലിറ്ററി ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അപ്ഡേഷനാണ് നമുക്കിനി വേണ്ടത്. പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിവരമനുസരിച്ച് ലൈൻ ഓഫ് കൺട്രോളിൽ ഇപ്പോൾ പാക് ഷെല്ലിംഗ് നിന്ന മട്ടാണ്. അത്തരത്തിൽ ആക്രമണം നടക്കുന്നില്ല. പക്ഷേ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിൽ ആക്രമണം നടത്താൻ പാക് സൈന്യം തയ്യാറെടുക്കുന്നു. അതിനെ നിഷ്പ്രഭമാക്കുന്ന നടപടികൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിർവഹിച്ചു പോരുന്നു എന്ന വാർത്തയാണ്, അപ്ഡേറ്റ് ആണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്. ദേവിക, സാറസ്പുരിയിൽ പാക് ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഷെല്ലാക്രമണത്തിൽ ഒരു BS ജവാന് വീരമൃത്യു. ഇന്നലത്തെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന BSF സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് അല്പസമയത്തിന് മുൻപ് വീരമൃത്യു വരിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു. ജമ്മു കാശ്മീരിൽ അടക്കം കൂടുതൽ സൈന്യത്തിനെ വിന്യസിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ നീലിമ? കാരണം ചില കാര്യങ്ങളെല്ലാം സൂചനകൾ മാത്രമാണ്. സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നീലിമ നേരത്തെ സൂചിപ്പിച്ച വിഷയം, ജമ്മു നഗ്രോട്ടയിൽ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നും ഒരു സൈനികന് പരിക്കേറ്റു എന്നും സൈന്യത്തിന്റെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതെ, അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരേണ്ടതുണ്ട്. ഇന്ന് രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവരും. അനൌദ്യോഗിക വിവരമനുസരിച്ച് നമ്മുടെ സൈനിക വേഷത്തിലെത്തിയ പാക് ഭീകരർ ഈ ക്യാമ്പിൽ കടന്നു കയറിയോ എന്നുള്ള ഒരു സംശയം സൈന്യം തന്നെ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെരച്ചിലാണ് അവിടെ തുടരുന്നത് എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ നിന്നും മനസ്സിലാകുന്നത്, അവരുടെ സന്ദേശത്തിൽ നിന്നും മനസ്സിലാകുന്നത്. മാത്രവുമല്ല, പാകിസ്ഥാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ പൂർണ്ണമായും മിലിറ്ററിയുടെ കൈകളിലേക്ക് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ പോകുന്ന ഒരു ചിത്രം കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായി. പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസ് യഹിയ അഫ്രീദിയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ഷെഹബാസ് ഷെരീഫ് പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അവിടെ ഒരു മാർഷൽ ലോ പാകിസ്ഥാനിൽ നടപ്പാക്കി തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ വെടിനിർത്തൽ ഒരു തരത്തിലും സൈന്യത്തിന് അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. അവരുടെ അമർഷം വളരെ കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സീസ് ഫയർ വയലേഷൻ നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെ 8500 കോടി രൂപ ഇന്നലെ IMF-ൽ നിന്ന് വായ്പയായി കൈനീട്ടി വാങ്ങിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് ഇപ്പോൾ ആളും അർത്ഥവും അതുപോലെ ആയുധങ്ങളും നൽകി ഇപ്പോൾ സംരക്ഷിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ചൈനയുടെ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ചൈന പറയുന്നത് പാകിസ്ഥാന്റെ സോവറിറ്റി നിലനിർത്താൻ പാകിസ്ഥാനൊപ്പം നിലകൊള്ളും എന്ന് ചൈന ഒരു നിലപാട് എടുത്തതായി വാർത്തകൾ പുറത്തു വരുന്നത്. അതുതന്നെയാണ്
ഈ നിമിഷം വലിയ ആശങ്ക ഉളവാക്കുന്നതും അത്തരത്തിൽ പാകിസ്ഥാന്റെ പുറകിലുള്ള ഈ ധൈര്യം ചൈനയെ മുൻനിർത്തിക്കൊണ്ടാണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ഏതായാലും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ലോകരാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാൻ നൽകിയ ഉറപ്പ് പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ സീസ് ഫയർ വയലേഷൻ ഉണ്ടായിരിക്കുന്നത്. പാക് നടപടി അപലപനീയമെന്ന് വിദേശകാര്യ മന്ത്രാലയം നമ്മെ അല്പസമയം മുമ്പ് അറിയിക്കുകയും മാത്രവുമല്ല സൈന്യത്തിന് പൂർണ്ണാധികാരം നൽകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. വളരെ കൃത്യമായി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായകമായ യോഗങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതീവ നിർണായകമായ യോഗങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഈ രാത്രി എന്തും സംഭവിക്കാം. വളരെ കൃത്യമായ തിരിച്ചടി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാകിസ്ഥാൻ ഇന്നലെ വരെ എന്തായിരുന്നോ അതിനി നാളെ കാണുമോ എന്നുള്ള തരത്തിൽ വരെ വലിയ സംശയങ്ങൾ ഉയരുന്ന ഒരു വാർത്താ മണിക്കൂറുകളിലൂടെയാണ് ഈ രാത്രി നമ്മൾ കടന്നു പോകുന്നത്. ദേവിക.